ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേബിൾ ഫ്ലവർ പോട്ടാണ്. അപ്പം ഇത് ഇൻഡോർ പോട്ടായിട്ടും നമുക്ക് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്ന പോട്ടായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. 14.5 സെൻറ്റിമീറ്റർ പൊക്കവും 14 സെൻറ്റിമീറ്റർ വീതിയും കറക്റ്റ് സെൻറ്ററോട് സെൻറ്റർ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ സെൻറ്റർ ഭാഗം വെച്ച് മടക്കുക. മടക്കാൻ നേരത്ത് മുകൾ സൈഡിൽ 9 സെൻറ്റിമീറ്ററും അടി സൈഡിൽ 9 സെൻറ്റിമീറ്ററുമാണ് വരച്ചിരിക്കുന്നത്. അതിൻ്റെ നേരെ പകുതി 4.5 സെൻറ്റിമീറ്റർ വെച്ച് വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഓരോ സെൻറ്റിമീറ്റർ താഴോട്ട് ഇറക്കി കറക്റ്റ് മാർക്ക് ചെയ്ത് വരച്ചിട്ട് ആ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ എൻഡ് ഭാഗത്ത് നിന്ന് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. ആ റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് നമ്മൾ ആ താഴെ മേലെ ഒരു ചെറിയ ബോർഡറായിട്ട് വരും. ആ ബോർഡറിൻ്റെ കണക്കിന് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുകളിൽ 9 സെൻറ്റിമീറ്ററും വരണം, അടിയിൽ 9 സെൻറ്റിമീറ്റർ. അതിൻ്റെ പൊക്കം വരേണ്ടത് 14.5 സെൻറ്റിമീറ്റർ. എന്നിട്ട് ആ വരച്ചെടുത്ത പേപ്പർ നമ്മൾ ബുക്കിൻ്റെ ബൈൻഡ് പേപ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല കട്ടിയുള്ള പേപ്പറിൽ വെച്ചിട്ട് അതേ അളവിൽ തന്നെ ഒരു 4 പേപ്പർ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ആ 4 പേപ്പറിനും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെലോ ടേപ്പോ എന്തെങ്കിലും ഉപയോഗിച്ച് ആ 4 ഷീറ്റും നമുക്ക് ഒരേ കണക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുക്കുമ്പോൾ 2 എണ്ണം ആദ്യം ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിന് 2 സൈഡിലോട്ടും നിവർത്തിയെടുക്കാൻ നേരത്ത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് എല്ലാം ഒരേ കണക്ക് തന്നെ വരും. ഇപ്പോൾ 2 പേപ്പർ ഒട്ടിച്ചിട്ട് അടുത്ത 3ാമത്തെ പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പറിൻ്റെ അടി സൈഡിലോട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് ആ 3ാമത്തെ പേപ്പറും കൂടെ ആ റൗണ്ട് കണക്കാക്കി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചെടുത്തിട്ട് 3ാമത്തെ പേപ്പർ അകത്തുനിന്ന് ചെറുതായിട്ട് വെളിയിലോട്ട് എടുക്കാൻ നേരത്തെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വളഞ്ഞു കിട്ടും. ഇനി അടുത്ത 4ാമത്തെ പേപ്പറും കൂടെ നമുക്ക് അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ മടക്കി പിടിച്ച് വെച്ചിട്ട് ആ മുകളിലത്തെ ബോർഡറായിട്ട് വെച്ചിരിക്കുന്ന ആ പേപ്പറും എല്ലാം ജോയിൻ്റ് എല്ലാം ഒരേ ഷേപ്പിൽ വരത്തക്ക രീതിയിൽ നമുക്ക് ടേപ്പ് ഉപയോഗിച്ച് 4 ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ 4 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ലവണ്ണം ഒരു ജോയിൻ്റ് എല്ലാം ചേർന്നിരിക്കത്തക്ക രീതിയിൽ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അടച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോൾഡ് വെച്ചിട്ട് അതിൻ്റെ അടി സൈഡ് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേ മാർക്കിനനുസരിച്ച് കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് എടുക്കുക. എടുത്തിട്ട് അതിന് ടേപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് അടച്ചു കൊടുക്കാം. ഒരു സൈഡ് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ചിലപ്പോൾ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ പേപ്പർ പെട്ടെന്ന് നനവ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ടി കൂട്ടാൻ വേണ്ടി നമുക്ക് എടുത്ത കട്ടിയുള്ള പേപ്പർ തന്നെ ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇടവിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ന്യൂസ് പേപ്പർ ആയിരുന്നാലും നമുക്കിതിൽ ഒട്ടിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഒട്ടിച്ച് കട്ടി കൂട്ടിയിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമെൻറ്റ് വെള്ളം കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ വൈറ്റ് സിമെൻറ്റും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒരു നല്ല ലൂസാവാതെ ഒരു മീഡിയം കട്ടിക്ക് ആദ്യത്തെ ലെയർ നല്ലവണ്ണം അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് മൊത്തം സൈഡിലും പറ്റത്തക്ക രീതിയിൽ നല്ലവണ്ണം കറക്കി എടുക്കുക. അപ്പോൾ കറക്കി എടുത്തിട്ട് അതിനകത്ത് ഒരുപാട് ലൂസിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് ഒഴിച്ചിങ്ങെടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും നല്ലവണ്ണം ഒഴിച്ച് കറക്കി എടുക്കുക. അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കെടുത്ത് സെക്കൻഡ് ലെയർ ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഒഴിച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് വിരൽ കൊണ്ട് അകത്തൊന്ന് തൊട്ട് വയ്ക്കാൻ മതി. അപ്പം നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. അപ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുള്ള ഒരു പരുവം വരപ്പോൾ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് ഏകദേശം ഒരു 8 പ്രാവശ്യം നമ്മൾ ഒഴിച്ചു കറക്കി എടുക്കാൻ നേരത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കട്ടി കിട്ടും. ഏകദേശം ഒരു 4 ഇഞ്ച് കനം മതിയാകും. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ എൻ്റെ ഭാഗം പേപ്പർ നനവ് പിടിക്കുന്നതിനനുസരിച്ച് ചിലപ്പം അകത്തോട്ട് മടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുകൾ സൈഡിൽ 2 ഈർക്കിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് അളവിന് വെച്ച് അകത്തോട്ട് മടങ്ങാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 8 പ്രാവശ്യം ഒഴിച്ച് നല്ല എണ്ണം ഒരു ദിവസം കഴിയാൻ നേരത്തെ തന്നെ നല്ല സെറ്റാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെളി സൈഡിലുള്ള പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. പേപ്പർ ഇളക്കി മാറ്റുമ്പം വലുതായിട്ട് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച്
ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. കാരണം നല്ല ഫിനിഷിങ് പേപ്പർ ആയതുകൊണ്ട് എല്ലാ സൈഡും നല്ല ഫിനിഷിങ് കിട്ടും. ഇനി നമുക്ക് ആ പേപ്പറും ചെറിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എംബോൻ്റെ പേപ്പർ ഉപയോഗിച്ച് വെള്ളത്തിൽ താഴ്ത്തി വെച്ച് നല്ലോണം പേപ്പർ ചെയ്തെടുക്കാം. വെള്ളത്തിൽ താഴ്ത്തി വെച്ച് പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോർമലായിട്ട് വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കാതെ പേപ്പർ ഇട്ടിരുന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പേപ്പറിൻ്റെ ചെറിയൊരു പാട് നമ്മുടെ പോട്ടിൻ്റെ പുറത്തുണ്ട്. അത് നല്ല പേപ്പർ ഇടാൻ നേരത്ത് അതേ കണക്ക് തന്നെ നിൽക്കും. ഇനി അത് കഴിഞ്ഞ് പേപ്പറെല്ലാം ഇട്ട് തീർന്നതിന് ശേഷം നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ചെറിയ ബോർഡർ ഒന്ന് തെളിച്ചെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആണി ഉപയോഗിച്ച് നല്ലവണ്ണം നമ്മൾ ആ അളവ് കറക്റ്റ് പിടിച്ച് വെച്ചിട്ട് നല്ലവണ്ണം കുഴിച്ച് തന്നെ അതിൻ്റെ ചുറ്റാതെ വരയിട്ട് കൊടുക്കാം. ഇപ്പം വരയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തിരിക്കുന്നത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം ഇവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ റെഡാണ്. അപ്പം നിങ്ങൾക്ക് മറ്റേതെങ്കിലും കളറാണെങ്കിൽ നിങ്ങൾ അത് തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ റെഡ് ഞാൻ മുകളിലത്തെ ബോർഡർ ഒഴിവാക്കി അടിസൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ ബോർഡറിൽ ആക്രിലിക്കിൻ്റെ വൈറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ കളറെല്ലാം കൊടുത്ത് നല്ല ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.